പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ബി.ജെ.പി. മെച്ചപ്പെടുമെന്ന് എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജീവ് ചന്ദ്രശേഖരൻ ശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ്, വളഞ്ഞ വഴി അറിയാത്ത നേതാവാണ്. ബി.ജെ.പിയെ എല്ലാവരും ഒരേ ഗ്രൂപ്പായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അണിനിരക്കുമെന്നാണ് വിശ്വാസം. കഴിവുള്ള കച്ചവടക്കാരനായ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജീവ്. അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത്. രാജീവ് ചന്ദ്രശേഖരുമായി സൗഹൃദ ബന്ധമുണ്ടെന്നും സത്യസന്ധനും ശുദ്ധനുമായ വ്യവസായി ആണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഷ്ട്രീയ സന്ദർശനമല്ല, 12 വർഷത്തെ വ്യക്തിബന്ധമാണ് തനിക്ക് വെള്ളാപ്പള്ളിയുമായി ഉള്ളതെന്നും രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. താൻ വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹവും ഉപദേശവും തേടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയക്കാരനും വളവു തിരിവുകൾ ഇല്ലാത്ത നേതാവുമാണ് രാജീവ് ചന്ദ്രശേഖരനെന്നും എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുള്ള കച്ചവടക്കാരനായ നേതാവാണ് രാജീവ് എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയപരമായി രാജീവിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെയും. കേരളത്തിന്റെ ചാർജ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുമില്ല. ബി.ജെ.പിയിൽ ഒരുപാട് പേർ നേതാവാകാൻ കൊതിക്കുന്നുണ്ട്. എല്ലാവരും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുള്ള കച്ചവടക്കാരനായ നേതാവാണ് രാജീവ് എന്ന് അദ്ദേഹം പിന്നെയും പറഞ്ഞു. ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു ബി.ജെ.പിയായി മാറാനുള്ള സാഹചര്യം നിലവിൽ ബി.ജെ.പിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖഫ് ഭേദഗതി ബില്ലിലും വെള്ളാപ്പള്ളി പ്രതികരണം രേഖപ്പെടുത്തി. ബിൽ മുസ്ലിങ്ങൾക്കെതിരെയല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ശക്തി കാണിച്ചുവെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. പാർലമെന്റിലെ വോട്ടുകൾ സൂചിപ്പിക്കുന്നത് അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉള്ളുകൊണ്ട് ആഗ്രഹമില്ലാത്തവരും വോട്ട് ചെയ്തു. മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്തുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.